നല്ല തമാശയാണത്. കാരണം ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞത്? ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുന്നു, അത് വർഗീയ കൂട്ടുകെട്ടാണ്. പക്ഷെ ഞങ്ങളെ PDP പിന്തുണയ്ക്കുന്നു, അത് നല്ല കൂട്ടുകെട്ടാണ്. അതൊക്കെ ആർക്കും മനസ്സിലാവില്ല എന്താ. എന്നിട്ട് പറയാണ് PDP ഒരു പീഡിത പാർട്ടിയാണെന്ന്. എനിക്ക് എന്താ അതിന്റെ അർത്ഥം തന്നെ മനസ്സിലായില്ല. PDP പീഡിത പാർട്ടി എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? എന്തൊക്കെയോ ഈ എന്താണ് പറയാ, ഈ തെരഞ്ഞെടുപ്പിലെ പരാജയം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലോ എന്തോ ആകെ ഒരു വിഭ്രാന്തിയിലാണ് ഇപ്പൊ CPM നേതൃത്വം. അത് നിങ്ങളത് കേട്ടു നോക്കൂ, ഗോവിന്ദ മാഷ് എന്തൊക്കെയാണെന്ന് പറയുന്നത്. അതായത് PDP CPM-നൊപ്പം ചേർന്നാല് സ്വർഗീയം, അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടി UDF-നൊപ്പം ചേർന്നാല് അത് വർഗീയം. എന്താണ് നമുക്കതിനെ കുറിച്ച് നമുക്ക് മനസ്സിലാവുക? അതായത് ഒരു തരത്തിലുള്ള നിലപാടുമില്ലാത്തൊരു പാർട്ടിയായിട്ട് CPM മാറി. അവരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിലെ വിവിധ ഘടകങ്ങൾ, അത് രാഷ്ട്രീയ കക്ഷികളാണെങ്കിലും അതുപോലെ സാമുദായിക സംഘടനകളാണെങ്കിലും, അവരൊക്കെ ഏകപക്ഷീയമായി UDF-നെ പിന്തുണയ്ക്കുകയാണ്. കാരണം അത്രയും വെറുപ്പ് CPM സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ വെറുപ്പിന്റെ എല്ലാം ആകത്തുക എന്ന് പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിക്ക് അനുകൂലമായുള്ള നിലപാടാണ്. CPM-ന്റെ ഇപ്പൊ ആരാ പോകുന്നത്? ഇന്നിപ്പോ നോക്കൂ, ആശാ വർക്കർമാർ നിലമ്പൂരിലുണ്ട്. അവര് ഈ ഗവൺമെന്റിനെതിരായിട്ടുള്ള സമരം ചെയ്ത് അവരുടെ ചർച്ചയില്ലെന്ന് പറഞ്ഞ ഒരു നാടാണിത്. സ്ത്രീകളാണ് അവർ, ആശാ വർക്കർമാരാണ്, ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്നവരാണ്. ആ വിഷയത്തിൽ പോലും അവർക്ക് നിലപാടില്ല. ഇന്നിപ്പോ രാവിലെ ഇന്നലെ മിനിഞ്ഞാന്ന് വരെ ഒരു പന്നിക്കണി ഉണ്ടാക്കിയിട്ട് അത് UDF-നെ ജയിക്കാൻ വേണ്ടിയുള്ളൊരു അവസരം എന്നൊക്കെ പറഞ്ഞ മന്ത്രി പിന്നീട് ആ മന്ത്രിയെയും കണ്ടിട്ടില്ല, അത് പറഞ്ഞ മാർക്സിസ്റ്റ് നേതാക്കളെയും കണ്ടിട്ടില്ല. ഗോവിന്ദ മാഷ് ഇന്ന് അങ്ങോട്ട് സംഭവമേ ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ്. അതൊക്കെ അദ്ദേഹം മറന്നിരിക്കുന്നു. അപ്പൊ ഓരോ ദിവസവും ഓരോ നിലപാട്. എന്തൊരു പാർട്ടിയാണിത്? ഭരിക്കുന്ന പാർട്ടി, ഭരിക്കുന്ന മുന്നണി, അവർക്കൊരു നിലപാട് എന്താ വേണ്ടത്? ഭരണ നേട്ടങ്ങൾ, അല്ലെ ഭരണത്തെ വിലയിരുത്തൽ, അതാണ് നിലപാട്. ആ നിലപാട് അവർക്കില്ല. എന്നിട്ട് ഇന്ന് രാവിലെ വന്നിട്ട് ജമാഅത്തെ ഇസ്ലാമിക്കാര്, ഈ ജമാഅത്തെ ഇസ്ലാമി 1980-കളിലെ LDF-ന്റെ ഒപ്പമായിരുന്നു. ഒരു ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി കുറച്ച് UDF-നും കുറച്ച് LDF-നും പിന്തുണ പ്രഖ്യാപിച്ച ഘട്ടമുണ്ട്. അതിനുശേഷം അവർ പൂർണ്ണമായും LDF-നൊപ്പം നിന്നു ജമാഅത്തെ ഇസ്ലാമി. അന്നൊക്കെ അവർ നല്ല വിഭാഗമായിരുന്നു. പിന്നീട് അവർ തെറ്റി, ജമാഅത്തെ ഇസ്ലാമി തെറ്റി. മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് പോലും, അവരുടെ രാഷ്ട്രീയ നിലപാട് അവർ മാറ്റി. കുറെ കാലമായിട്ട് കാലം മാറി, അതനുസരിച്ച് മാറണ്ടേ? ഇന്നിപ്പോ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് അവരൊരു സാമുദായിക സംഘടനയാണ്. അവരുടെ മതരാഷ്ട്രവാദമൊക്കെ അവര് കളഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള ഒരു പാർട്ടിയുടെ വെൽഫെയർ പാർട്ടി UDF-നെ പിന്തുണയ്ക്കുമ്പോൾ അത് പറ്റില്ല. കാരണം വെച്ചാൽ PDP-ക്ക് അവിടെ വോട്ടുകൾ കുറവാണ് നിലമ്പൂരില്. ജമാഅത്തെ ഇസ്ലാമിക്ക് ചില പോക്കറ്റുകളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് CPM പറയുന്നത്. അല്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, PDP എന്ന് പറയുന്ന പാർട്ടിയെ CPM-ന്റെ വേദിയിൽ ഉൾപ്പെടുത്തുന്നതിനെ ചൊല്ലി VS അച്യുതാനന്ദനും പിണറായി വിജയൻ തമ്മിലുള്ള വഴക്ക് വളരെ നമ്മൾ കണ്ടതല്ലേ. ഒരു ഘട്ടത്തില് VS അച്യുതാനന്ദനെ തള്ളി എന്ന് പിണറായി വിജയൻ. ആ PDP-യെ ഇന്ന് കുറച്ചു ആ PDP UDF-നോടൊപ്പം നിൽക്കാൻ ശ്രമിച്ചപ്പോൾ അന്ന് അവരെ വർഗീയ പാർട്ടിയാക്കിയിട്ട് മാറ്റി. PDP-യുടെ നിലപാടുകൾ ഒരു കുഴപ്പമില്ലെന്നാണ് ഇപ്പൊ ഗോവിന്ദ മാഷ് പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി കുഴപ്പക്കാരാണത്രേ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഇവരുടെ ഒപ്പം ചേർന്നാൽ നല്ലവർ. ഇത് നമ്മൾ സാമാന്യമായി പറഞ്ഞാല് ഈ ജനങ്ങളുടെ ബുദ്ധി പരിശോധിക്കില്ല. ഇവരുടെയൊക്കെ ധാരണ ഇവര് വലിയ ബുദ്ധിജീവികളും ജനങ്ങൾക്ക് ബുദ്ധിയില്ലാത്തവരാണെന്നാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഞാൻ പറയുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ ഇന്നത്തെ ആ ഗോവിന്ദ മാഷ പത്രസമ്മേളനം എടുത്ത് നോക്കൂ. അത് എന്തൊക്കെയാണ് പറയുന്നത്? ഒരു ബന്ധവും ഇല്ല പരസ്പരം. അതായത് PDP വർഗീയ പാർട്ടിയാണോ? അല്ലല്ല, കാരണം ഞങ്ങളൊക്കൊപ്പ. വെൽഫെയർ പാർട്ടി അത് വർഗീയ പാർട്ടിയാണ്, കാരണം എന്താ, അവർക്കൊപ്പ. അപ്പൊ ഇപ്പുറത്ത് ചേർന്നാലോ? ഉടനെ മാഷ് തിരിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക. പത്രക്കാരോടാണോ ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്? പത്രക്കാര് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടവരാണ് രാഷ്ട്രീയ നേതൃത്വം. പത്രലേഖകർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. നേതാക്കൾ ഉത്തരം പറയേണ്ടത് ജനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നിട്ട് പത്രലേഖകരുടെ, വാർത്താലേഖകരോട് തിരിച്ചു ചോദിക്കുന്ന ഒരു സമീപനം. ഞാൻ പറയുകയാണെങ്കിൽ LDF-ന് നിലമ്പൂരിൽ അവർക്ക് ആശയക്കുഴപ്പം ഏറിയിരിക്കുകയാണ്. കാരണം എങ്ങനെ ജയിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണയില്ല. ഭരണവിരുദ്ധ വികാരം നല്ലോണം ഉണ്ട്. മാത്രമല്ല, ഭരണ നേട്ടങ്ങൾ അവിടെ പറയാനില്ല. ജനങ്ങൾക്ക് മുമ്പിൽ ഒരു ഭരണ നേട്ടമെങ്കിലും ഇവർ പറയണ്ടേ? എന്തെങ്കിലും ഒരെണ്ണം പറയണ്ടേ? ഞങ്ങൾ 9 വർഷം ഞങ്ങൾ ഭരിച്ചു, ഈ 9 വർഷം ഞങ്ങൾ ഇന്ന നേട്ടങ്ങൾ ഉണ്ടാക്കിയവർ പറയണ്ടേ? അതില്ല അവർക്ക്. അവർ പറയുന്നതാണെങ്കിൽ വിഴിഞ്ഞവും കണ്ണൂർ വിമാനത്താവളവും ഒക്കെയാണ്. അതൊക്കെ UDF-ന്റെ കാലത്ത് തുടങ്ങിയതല്ലേ.
ഇവിടെ വന്യമൃഗ ശല്യമാണ് നിലമ്പൂരില്, അതിനെക്കുറിച്ച് അവർക്ക് ഉത്തരവില്ല. ക്ഷേമ പെൻഷൻ നുണയാണ് പറയുന്നത്. 18 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ടെന്ന്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് കൊടുക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി അടക്കം നുണ പറയാ. 9 വർഷം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. അന്ന് ആകപ്പാടെ 4 മാസത്തെ പെൻഷനെ കൊടുക്കാനുള്ളൂ എന്ന് അസംബ്ലിയിലെ ഈ സ്വരാജിന് രേഖാമൂലം അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്ക് കൊടുത്തിട്ടുണ്ട് CPM-ന്റെ. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു നിലപാടില്ലാത്ത പാർട്ടിയായിട്ട് CPM മാറി. അപ്പോഴെന്താണ് ഇന്നിപ്പോ കണ്ടുപിടിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി UDF-നാണ് പിന്തുണ. സംശയരഹിതമാണ്, UDF-ന് പിന്തുണയുണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ. ഈ ജമാഅത്തെ ഇസ്ലാമി ഇടതുപക്ഷത്തിന് പിന്തുണ കൊടുത്തിട്ട് ഇടതുപക്ഷത്തെ കൊണ്ട് ഗുണമില്ല സമൂഹത്തിനെന്ന് മനസ്സിലാക്കിയിട്ടാണ് UDF-ലേക്ക് പിന്തുണ കൊടുക്കുന്നത്. PDP ഇപ്പൊ UDF-നെ പിന്തുണച്ചതെങ്കിലോ ഇവരെന്താ പറയാ? അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് ഓരോ ദിവസവും ഓരോ നിലപാട്. ഇപ്പൊ നാളെ ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടി ഞങ്ങൾ UDF-ന് പിന്തുണ കൊടുക്കാനുള്ള തെറ്റായിപ്പോയി എന്ന് പറഞ്ഞാൽ ഇവരതിനെ സ്വാഗതം ചെയ്യും. അങ്ങനെയുള്ള ഒരു മുന്നണിയും ഒരു പാർട്ടിയും എന്തൊക്കെയോ നിലപാടുകൾ അവിടെ പറയുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് അവർ കൊടുത്ത വാഗ്ദാനങ്ങൾ നടപ്പാക്കിയോ? 25 ലക്ഷം യുവാക്കൾക്ക് തൊഴിൽ എവിടെ? ഇനി 8 മാസമേ ഉള്ളൂ. എംപ്ലോയ്മെന്റ് ഓഫീസുകൾ നോക്കുകുത്തി. PSC പരീക്ഷ എഴുതിയവർക്ക് തൊഴിലില്ല. ഇതൊക്കെ നമ്മൾ കണ്ടതല്ലേ. ആശാവർക്കർമാരുടെ കാര്യം നമ്മൾ പറഞ്ഞ് ഇപ്പം ആശാവർക്കർമാർ നേരിട്ട് നിലമ്പൂരിൽ എത്തിയിരിക്കുകയാണ് CPM-നെതിരെ പ്രചാരണം നടത്താൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു ഗവൺമെന്റിനെതിരെ 160-170 ദിവസമായിട്ട് സമരത്തിലാണ് ഒരു വിഭാഗം വീട്ടമ്മമാര്. അവർ ആശാവർക്കർമാരാണ്. അതൊന്നും CPM-ന് വിഷയമല്ല. ജമാഅത്തെ ഇസ്ലാമി UDF-ന് പിന്തുണ കൊടുത്താണ് ഇപ്പൊ അവരുടെ വിഷയം. അതാണോ ജനങ്ങളുടെ വിഷയം? ആർക്കെങ്കിലും പിന്തുണ കൊടുക്കട്ടെന്നേ. റേഷൻ കടയില് റേഷൻ സാധനങ്ങൾ കൊടുക്കൂ, അല്ലെങ്കിൽ മറ്റേ നിലമ്പൂരാകുമ്പോ വന്യമൃഗ ശല്യത്തിന് തീർപ്പാക്കൂ. അതൊന്നുമില്ല. KSEB-യുടെ കുറ്റവും അതുപോലെ തന്നെ വനംവകുപ്പിന്റെ കുറ്റവും ഒന്നും അവിടെ ചർച്ചയാക്കാൻ CPM ആഗ്രഹിക്കുന്നില്ല. ഇനി ആരെങ്കിലും ചർച്ചയാക്കുകയാണെങ്കിലോ അവരൊക്കെ ഗവൺമെന്റ് വിരുദ്ധ നിലപാടാണ്, അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു നിലപാടുമില്ലാതെ ദയനീയമായ കാഴ്ച. എന്നിട്ട് ഇപ്പൊ അവസാനം കുറെ സാഹിത്യകാരന്മാരുടെ പേര് കണ്ടു പത്രങ്ങളിലൊക്കെ. കുറെ സാഹിത്യകാരന്മാരെ അങ്ങോട്ട് പോവാത്ര ജയിപ്പിക്കാൻ. ഈ സാഹിത്യകാരന്മാര് പുതുപ്പള്ളി പോയി ഓടിച്ചു ജനം, തൃക്കാക്കരയിൽ പോയി ഓടിച്ചു ജനം, പാലക്കാട്ട് പോയി ഓടിച്ചു ജനം, വടകരയിൽ പോയി ഓടിച്ചു. ഇപ്പൊ നിലമ്പൂർ വന്നിരിക്കുകയാണ്. എന്തിനാ? ഈ സാഹിത്യകാരന്മാര് പറഞ്ഞാലൊക്കെ ഈ ജനങ്ങൾ വോട്ട് ചെയ്യുമോ? അവർക്കൊക്കെ അവരുടെയൊക്കെ വില പോയിരിക്കുന്നു. ഒരു വിലയില്ലാത്തൊരു വർഗമായിട്ട് ഒരു വിഭാഗം എഴുത്തുകാർ മാറിയിരിക്കുന്നു കേരളത്തില്. എന്നിട്ട് പറയാം സ്വരാജിന്റെ പിന്തുണ കൊടുക്കണം. അദ്ദേഹം വായിക്കും. വായിക്കുന്നതാണെങ്കിൽ ഷൗക്കത്ത് വായിക്കുന്നില്ല. ആര്യ ഷൗക്കത്ത് അദ്ദേഹം നല്ല 1-2 സിനിമ എടുത്തില്ലേ? സാംസ്കാരിക പ്രവർത്തനല്ലേ? അപ്പൊ ഭരിക്കുന്നത് ഇപ്പുറത്തായതുകൊണ്ട് ഇപ്പുറത്ത് നിൽക്കുക. പണ്ട് കുഞ്ചൻ നമ്പേരെ പറഞ്ഞവരെ എനിക്കും കിട്ടണം പണം, ദീപസ്തംഭം മഹാശ്ചര്യം. ഇങ്ങനെയുള്ള നിലപാടില്ലാത്ത ഒരു മുന്നണിയും പാർട്ടിയും നമ്മളിപ്പോ നിലമ്പൂർ കണ്ടുകൊണ്ടിരിക്കുക. അതിന്റെ ഏറ്റവും ഇന്നത്തെ വകയാണ് ഈ കാര്യം. ഈ ജമാഅത്തെ ഇസ്ലാമി. നാളെ എന്താണെന്നുള്ള നാളത്തെ കാര്യം CPM തീരുമാനിച്ചിട്ടില്ല. നേരെ മറിച്ച് ജനങ്ങളുടെ മുമ്പിൽ വോട്ട് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന കാര്യം ചെയ്തു, ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ എണ്ണി പറയണം. അപ്പൊ വോട്ട് ചെയ്യും. ഇത് ക്ഷേമ പെൻഷൻ ഒന്നിച്ചു കൊടുക്കുന്ന കാര്യം 2 ദിവസം ചർച്ചയാക്കി. അവസാനം അത് പൊളിഞ്ഞപ്പോ ഇപ്പൊ അത് വിട്ടു. ക്ഷേമ പെൻഷൻ വിട്ടു. ശശീന്ദ്രൻ കൊണ്ടുവന്ന പന്നിക്കണി അതും പോയി. ഇന്നിപ്പോ ജമാഅത്തെ ഇസ്ലാമിയായി. നാളെ എന്താ വിഷയം വരിക എന്ന് നമ്മൾ ആലോചിച്ചിരിക്കേണ്ടി വരും. അതാണ് അവിടുത്തെ അവസ്ഥ നിലമ്പൂരിലത്തെ. കാരണം എന്ന് വെച്ചാൽ നിലപാടില്ലാത്തത് CPM-നെ ഒരു ദുർഗതിയിൽ എത്തിച്ചിരിക്കുകയാണ്. ആ ദുർഗതി അവർ പഠിച്ചിട്ടില്ല. അവർ പാലക്കാട് പഠിച്ചില്ല, വയനാട് പഠിച്ചില്ല, വടകര പഠിച്ചില്ല, പുതുപ്പള്ളി പഠിച്ചില്ല, തൃക്കാക്കര പഠിച്ചില്ല. എന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വയനാട്ടിലത്തെ 7 അസംബ്ലി മണ്ഡലത്തിൽ പെട്ട ഒന്നാണ് നിലമ്പൂര്. അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് എങ്ങനെയാണ് 65,000 വോട്ട് ഭൂരിപക്ഷം കിട്ടിയതെന്ന് ആലോചിക്കണ്ടേ? ആ ഭൂരിപക്ഷം എന്തുകൊണ്ട് കൊടുത്തു എന്ന് ഇവർ ആലോചിക്കണ്ടേ? CPM ഗവൺമെന്റ് വിരുദ്ധ നിലപാടാണെന്ന് ആലോചിക്കണ്ടേ? എന്നിട്ട് അവിടെ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്ത, ജനങ്ങളെ നേരിട്ട് ബന്ധമില്ലാത്ത വിഷയങ്ങൾ ചർച്ചയാക്കുക. വർഗീയ മുന്നണിയാണ് അത്ര UDF. അതാണ് അപ്പൊ ജനങ്ങൾക്ക് ഏറ്റവും വലിയ പ്രശ്നം. ജനങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ അവർക്ക് അവരുടെ നിത്യജീവിതം നടത്തി കൊണ്ടുപോകണം. എങ്ങനെയെങ്കിലും സ്കൂളിൽ പഠിക്കണം, +2 സീറ്റിന്റെ കാര്യം, ഇതൊക്കെയാണ് അവരുടെ മുമ്പുള്ള വിഷയം. പെൻഷൻ, ശമ്പളം, തൊഴില്, ഇതൊക്കെയാണ് കാര്യം. അല്ലാണ്ട് വർഗീയ ജമാഅത്തെ ഇസ്ലാമി ആരെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അവിടുത്തെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് വേണം എന്ന് പറഞ്ഞൊരു സെക്രട്ടേറിയറ്റ് അംഗം ഉണ്ട് മലപ്പുറത്ത്, പേര് ഞാൻ മറന്നുപോയി.
ഇതൊക്കെ ജനങ്ങൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുകയല്ലേ നിത്യേന. അപ്പൊ അതുകൊണ്ട് CPM-ന് ഇപ്പോഴത്തെ CPM-ന് പറ്റിയിട്ടുള്ള ഒരു പറ്റിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് നിലപാടില്ലെന്നുള്ളതാണ്. ആ നിലപാടില്ലായ്മയാണ് ഇപ്പൊ CPI-ക്ക് പോലും അടുത്തല്ലോ. രാജ്ഭവൻ വിഷയത്തിൽ CPI വേറെ നിലപാട് പറഞ്ഞില്ലേ? നിലമ്പൂരിലെ ശശീന്ദ്രന്റെ നിലപാട് CPI തള്ളി പറഞ്ഞില്ലേ? അവർക്ക് അവരുടേതായ നിലപാടുണ്ട്. കേരളയിൽ CPI-യുടെ നിലപാട് പറഞ്ഞില്ലേ? ഇവർക്ക് എന്താ ഉള്ളത്? ഇവർക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോൾ നിലപാടില്ലാത്ത ഒരു മുന്നണിയും പാർട്ടിയുമായിട്ട് CPI വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ ഇന്നത്തെ നിലപാട് ഇന്ന്, നാളത്തെ നിലപാട് നാളെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.